സദ്യയൊക്കെ വിളമ്പായി. ഉപ്പേരി സാധനമൊക്കെ ഉണ്ട് അല്ലേ? ചൂടത്താരും ഭക്ഷണം വല്ലാതെ കഴിക്കില്ല. അപ്പൊ നമ്മളെ വിഭവങ്ങളെ കാര്യം പറയാം എന്താന്നുള്ളത്. ചോറല്ല അങ്ങനെയൊക്കെ എടുത്തെടുത്ത് കാണിക്കും, നല്ല ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഒരു മിനിറ്റ് മുത്തശ്ശി. ചോറ് 2 ഐറ്റം ചോറാട്ടോ. മട്ടരി പിന്നെ അല്ല മറ്റേ സിൽക്കി അരി. സിൽക്കി അവിയൽ. ഒന്ന് സിൽക്കി അവിയൽ അവിയൽ. ഇനി എന്താ അടുത്ത്? പപ്പടം. ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് മതി പപ്പടം. അമ്മൂന്റെ വക സ്പെഷ്യലേ. അതെ, ഞാനാണെന്ന് ഉപ്പിലിട്ടത് ഉണ്ടാക്കിയത് ഞാനാണ്. ചൂടിന് നല്ലതാണ്. അമ്മാവിന് എരിവ് നല്ലതാത്രേ. അവനാണോ? നോ, അതൊരു നോ. കുഞ്ഞാക്കി കുറച്ച് ഉപ്പിലിട്ട് തരട്ടെ? കുറച്ച് തരട്ടെ? ഇത്തിരി. ഓ, അമ്പലപ്പുഴ കളിക്കാഞ്ഞിട്ട്. ഒരു ഇപ്പൊ അച്ഛന്റെ അമ്പലത്തില് ഡാൻസ് കളിക്കാനുള്ള പാട്ട് സെലക്ട് ചെയ്തപ്പോൾ അമ്പലപ്പുഴയാണ് ഇപ്പൊ ഇവർക്ക് വേണ്ടത് അല്ലേ? അവിടെ കൊതുവൊക്കെ വന്നിരിക്കണം. അച്ഛന് പപ്പടം വാങ്ങിട്ടാണ് കേട്ടോ. നല്ല കുട്ടിയാണ്. പപ്പടം ഞാക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ? ഇഞ്ചിത്തേര് ഞാനാട്ടോ സ്പെഷ്യൽ. നാളികേരൊക്കെ അരച്ച് കാണിക്കാൻ. അതെ, മുത്തശ്ശി ഇങ്ങനത്തെ അല്ല പക്ഷെ ഉണ്ടാക്കല്. ഓല ഇഷ്ടല്ലേ? ഇതാ ഓല എരിവില്ലാത്തത് അച്ചോളം ഉണ്ടാക്കിയ ചൊന്ന കുഞ്ഞാക്കി. ദാദാ ആ അതെ, അച്ഛൻ മട്ടരി അല്ല സിൽക്കിയാണ് നമ്മളുടെ. രാജമ്മ പോയിട്ടില്ല. ഇത് ഞാൻ എനിക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വിഷുക്കോടിയാണ് കേട്ടോ. വെറും 611 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഭംഗിയുള്ളൊരു 3 പീസ് സെറ്റാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്ന് കഴുത്തിൻ്റെ പോർഷനിലൊക്കെ ഇങ്ങനെ നല്ല രസമുള്ള ലേസൊക്കെ കൊടുത്തിട്ട് നല്ല ഹെവി വർക്കായിട്ട് നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ കളറാണ് കേട്ടോ.